Welcome to the new video of business professional skills. First of all, informatics. Informatics is the science and technology of information processing using computers. അപ്പോൾ ഇൻഫോർമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ് എന്തിനുള്ള ഇൻഫോർമേഷൻ പ്രോസസ്സിങ് യൂസിങ് കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്ത് കൊണ്ടിട്ടുള്ള ഇൻഫോർമേഷൻ പ്രോസസ്സിങ്ങിൻ്റെ സയൻസ് ആൻഡ് ടെക്നോളജി നമുക്ക് എന്ത് പറയാം, ഇൻഫോർമാറ്റിക്സ് എന്ന് പറയാം. It is the study of how information is collected, stored, manipulated, retrieved and visualized in electronic format. അപ്പോൾ എന്താ പറയുന്നത്, ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് ഹൗ ഇൻഫോർമേഷൻ ഈസ് കളക്റ്റഡ്. അപ്പോൾ എന്തിൻ്റെ സ്റ്റഡിയാണെന്ന് പറയുന്നത്, ഇൻഫോർമേഷൻ എങ്ങനെ കളക്ട് ചെയ്യുന്നത്, അതെങ്ങനെ സ്റ്റോർ ചെയ്യുന്നത്, അതെങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുക, അതായത് ആൾട്രേഷൻ വരുത്തുക, റിട്രീവ് ചെയ്യുക, അതായത് നമ്മൾ സേവ് ചെയ്തിട്ടുള്ളത് തിരിച്ചെടുക്കുക, റിട്രീവ് ചെയ്യുക, കൂടാതെ എന്താണ് അത് വിഷ്വലൈസ് ചെയ്യുക ഇൻ ഇലക്ട്രോണിക് ഫോർമാറ്റ്. അപ്പോൾ ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫോർമാറ്റിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇറ്റ് ഈസ് ദി സയൻസ് ആൻഡ് ആർട്ട് ഓഫ് ടേണിങ് ഡാറ്റ ഇൻ ടു ഇൻഫോർമേഷൻ. എന്താണ് സയൻസ് ആൻഡ് ആർട്ട് ആണെന്ന് പറയുന്നുണ്ട്, എന്തിൻ്റെ, ടേണിങ് ഡാറ്റ ഇൻ ടു ഇൻഫോർമേഷൻ. ഡാറ്റ ഇൻഫോർമേഷനാക്കി മാറ്റുന്നതിനുള്ള ഒരു സയൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ആർട്ടാണെന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഫോക്കസസ് ഓൺ ദി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് ഇൻഫോർമേഷൻ സിസ്റ്റംസ്. അപ്പോൾ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്, ഹ്യൂമൻ ബീയിങ്സും അതുപോലെ തന്നെ ഇൻഫോർമേഷൻ സിസ്റ്റംസും തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് എന്ത് ചെയ്യുന്നത്, ഇൻഫോർമാറ്റിക്സ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. It is the application of information technology to optimize the information management function within an organization. ഇതും കൂടി പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ആൻ അപ്ലിക്കേഷൻ ഓഫ് ഇൻഫോർമേഷൻ ടെക്നോളജി എന്ന്. എന്താണ് ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ അപ്ലിക്കേഷൻ ആണെന്ന് പറയുന്നുണ്ട്. എന്ത് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻഫോർമേഷൻ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ ഇൻഫോർമേഷൻ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള ഒരു ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ അപ്ലിക്കേഷനാണ് എന്ത് പറയുന്നത്, ഇൻഫോർമാറ്റിക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then social informatics. Social informatics is an emerging area of informatics that studies the social aspects of information and communication technology. എന്താ പറയുന്നുണ്ട്, ഒരു സോഷ്യൽ ഇൻഫോർമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ, ഇൻഫോർമാറ്റിക്സിൻ്റെ ഒരു എമേർജിങ് ഏരിയ ആയിട്ടാണ് എന്ത് കൺസിഡർ ചെയ്യുന്നത്, ഒരു സോഷ്യൽ ഇൻഫോർമാറ്റിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ എന്താണ്, ദാറ്റ് സ്റ്റഡീസ് ദി സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. മെയിനായിട്ട് ഇത് സ്റ്റഡി ചെയ്യുന്നത് എന്താ, ICT ആണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്, സ്റ്റഡി ചെയ്യുന്നതും കൂടി പറയുന്നു. ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടൂൾസ് ഇൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ കോണ്ടെക്സ്റ്റ്. ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടൂൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടൂളിൻ്റെ ഒരു സ്റ്റഡിയാണെന്ന് പറയുന്നുണ്ട് ഇൻ സോഷ്യൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷണൽ കോണ്ടെക്സ്റ്റ്. ഒരു സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടൂൾസിൻ്റെ സ്റ്റഡിയെ നമുക്ക് എന്ത് പറയാം, സോഷ്യൽ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയാം. ഇറ്റ് എക്സാമിൻസ് ദി റോൾ ഓഫ് IT ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷൻസ് ആൻഡ് സൊസൈറ്റി. കൂടാതെ എന്തുകൂടി ഇത് എക്സാമിൻ ചെയ്യുന്നുണ്ട്, റോൾ ഓഫ് IT ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷൻസ് ആൻഡ് സൊസൈറ്റി. സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ എത്രത്തോളം IT ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുത്തുന്നുണ്ട്, അതിൻ്റെ ITൻ്റെ റോൾ എന്താണ് ഒരു സൊസൈറ്റിയിലും അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനിലും എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്മെൻറ്റിന് എന്നുള്ള കാര്യം കൂടി ഇതിൽ ഇൻക്ലൂഡ് ആകുന്നുണ്ട്. Then it examines the opportunities and threats created by ICT in business and society. കൂടാതെ എന്തുകൂടി എക്സാമിൻ ചെയ്യുന്നുണ്ട്, എത്രത്തോളം ഉണ്ട് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും, പിന്നെ എന്തൊക്കെയാണ് അതിൻ്റെ ത്രെഡ്സ് ബൈ ICT. എന്താണ് ICT ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെ ത്രെഡ്സ് ആണ് വരുന്നത്, ഈ കാര്യങ്ങളൊക്കെ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ സോഷ്യൽ ഇൻഫോർമാറ്റിക്സ് എക്സാമിൻ ചെയ്യുന്നത്. The next is IT and society. Now we are living in the age of information technology. നമ്മളിപ്പോൾ ജീവിക്കുന്നത് എന്താണ്, ഇനി IT യുഗത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാം. The widespread availability of computers and internet provides us lot of opportunities to learn and communicate. കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾക്ക് വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഇൻ്റർനെറ്റിൻ്റെയും കമ്പ്യൂട്ടേഴ്സിൻ്റെയും അവൈലബിലിറ്റി നമുക്ക് എന്തിനുള്ള ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്, പഠിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി തരുന്നു എന്ന് പറയുന്നു. ടെക്നോളജി ഹാസ് ഹാഡ് മെനി പോസിറ്റീവ് എഫക്ട്സ് ഓൺ സൊസൈറ്റി ബട്ട് ഹാസ് ഓൾസോ ഇമ്പാക്ട് സൊസൈറ്റി ഇൻ
മെനി നെഗറ്റീവ് വേവ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അതുപോലെ തന്നെ എന്തുകൊണ്ട് നമുക്ക് ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റും എന്തുകൊണ്ടുണ്ട് ഈ IT കൊണ്ട് സൊസൈറ്റിക്ക് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. സം ഇൻഡിവിജ്വൽ എക്സ്പ്ലോയിറ്റ് ദ പവർ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഫോർ ക്രിമിനൽ, ടെററിസ്റ്റ് ആൻഡ് അതർ അൺഡിസൈറബിൾ പേർപ്പസ്. എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കുറച്ച് ആളുകളൊക്കെ എന്തിനു യൂസ് ചെയ്യുന്നുണ്ട്, നമ്മളെ ക്രിമിനൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് അല്ലെങ്കിൽ ടെററിസ്റ്റ് പേർപ്പസിന്, അൺഡിസൈറബിൾ ആയിട്ടുള്ള പർപ്പസിനെ കാര്യം യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് ആളുകൾ നമ്മളെ ഇൻഫർമേഷൻ ടെക്നോളജി മിസ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഇറ്റ് ഹാസ് ക്രിയേറ്റഡ് ബൈ മെനി അൺസോൾവ്ഡ് എത്തിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ഇൻ ദി സൊസൈറ്റി. അപ്പോൾ എന്താ, ഒരുപാട് സോഷ്യലായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സൊസൈറ്റിയിൽ IT കൊണ്ടും പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് കൂടി പറയുന്നു. ദെൻ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓഫ് IT ഓൺ സൊസൈറ്റി. അത് സൊസൈറ്റിക്ക് എന്തൊക്കെ പോസിറ്റീവായിട്ട് ഇമ്പാക്ട്സുകളാണ് ഉള്ളത് നമുക്കൊന്ന് നോക്കാം. ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ വിത്ത് ലോവർ കോസ്റ്റ്. എന്താണ്, നമ്മൾ വളരെ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. എന്താണ്, കുറഞ്ഞ ചിലവിൽ. കാരണം ഇപ്പോൾ ഓരോ ടെക്നോളജി വരുമ്പോൾ വാട്സപ്പ് ആയിരിക്കും അല്ലെങ്കിൽ ഫോൺസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് കുറഞ്ഞ ചിലവുണ്ടായിരിക്കും, നമുക്ക് വളരെ പെട്ടെന്ന് വേഗത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പേപ്പർലെസ് എൻവയോൺമെൻറ്റ്. എന്താ, പേപ്പർ ഇല്ലാത്തൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓട്ടോമേഷൻ ഓഫ് ഡേഞ്ചറസ് ടാസ്ക്. നമുക്ക് വളരെ ബുദ്ധിമുട്ടി അല്ലെങ്കിൽ എന്താ അപകടം പിടിച്ച ജോലികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമേഷൻ ആക്കാം. അല്ലെങ്കിൽ എന്താ, നമ്മൾ റോബോട്ടുകളെ കൊണ്ടൊക്കെ ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്. ടെക്നോളജി ഇന്നോവേഷൻസ്. നമുക്ക് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് എന്താ ഒരുപാട് ഇന്നോവേഷൻ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദെൻ ബെറ്റർ മാനേജ്മെൻറ്റ് ഓഫ് ഡാറ്റ, കളക്ഷൻ, സ്റ്റോറേജ്, പ്രോസസ്സിങ് ആൻഡ് റിട്രീവൽ. അപ്പോൾ നമ്മളെ ഓർഗനൈസേഷനിൽ നമ്മൾ ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ നമുക്കത് കളക്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അത് സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ അത് പ്രോസസ്സിങ്ങിനും അത് നമുക്ക് ആവശ്യമുണ്ടായെങ്കിൽ അത് തിരിച്ചെടുക്കാൻ, റിട്രീവ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, IT നമ്മളെ സഹായിക്കുന്നു എന്ന് പറയുന്നു. അപ്ലിക്കേഷൻസ് ഇൻ ബിസിനസ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ബാങ്കിങ്, റിസർച്ച്, അഡ്മിനിസ്ട്രേഷൻ, എൻ്റർടൈൻമെൻറ്റ് എക്സെട്ര. അപ്പോൾ ഈ പറഞ്ഞുള്ള എല്ലാ ഏരിയയിലും, അത് ബിസിനസ്സിലും എൻ്റർടൈൻമെൻറ്റിലും എഡ്യൂക്കേഷനും ഹെൽത്ത് കെയർ ബാങ്കിങ് എല്ലാ റിസർച്ച് എല്ലാ മേഖലയിലും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ IT ആപ്ലിക്കേഷൻ ഉണ്ട് എന്ന് പറയുന്നു. ദെൻ കോസ്റ്റ് റിഡക്ഷൻ, ടൈം സേവിങ് എക്സെട്ര. കൂടാതെ എന്താണ്, നമ്മൾ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ടൈം ഒരുപാട് സേവ് ചെയ്യാനൊക്കെ നമ്മളത് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ സോഷ്യൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. എന്തൊക്കെ സോഷ്യൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസാണ് ഇൻഫർമേഷൻ ടെക്നോളജി കൊണ്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രൈവസി ആൻഡ് ഫ്രീഡം, IPR, പൈറസി ആൻഡ് കോപ്പിറൈറ്റ് ഇഷ്യൂസ്, സിസ്റ്റം ക്വാളിറ്റി, ഓട്ടോമേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഡിജിറ്റൽ നാറ്റീവ്സ് ആൻഡ് ഡിജിറ്റൽ ഇമിഗ്രൻസ്, then digital divide, health issues, social implications of e-governance, other cyberspace issues, cyber addiction, cyber crime, cyber abuse, cyber waste, information overload, green computing etc. അപ്പോൾ നമുക്കിത് ഓരോന്നോരോന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, പ്രൈവസി ആൻഡ് ഫ്രീഡം. പ്രൈവസി ഈസ് ദി റൈറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ടു ലെഫ്റ്റ് എലോൺ. എന്താ, ഒരു വ്യക്തിക്ക് എന്താ സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം നമുക്ക് എന്ത് പറയാം, പ്രൈവസി എന്ന് പറയാം. ദ ഇൻഫോർമേഷൻ ദാറ്റ് വി പ്രൊവൈഡ് ടു ഗവൺമെൻറ് ആൻഡ് അതർ ഏജൻസീസ് ആർ സ്റ്റോർഡ് ഇൻ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ ഡാറ്റാബേസസ് ഓഫ് ദീസ് ഏജൻസീസ്. അപ്പോൾ നമ്മളൊരു എന്ത് ചെയ്യുക, നമ്മളൊരു ഇൻഫോർമേഷൻ എങ്ങോട്ട് കൊടുക്കുക, ഗവൺമെൻറ്റിനായിരിക്കും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഏജൻസീസിനൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ആ ഡിഫറെൻറ്റ് ഡാറ്റാബേസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഏജൻസീസ് സേവ് ചെയ്തിട്ടുണ്ടാകുക. This information may be misused and thereby affect the privacy of individuals. മേ ബി എന്തായിരിക്കാം, ഈ ഒരു ഇൻഫർമേഷൻ മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസ് എന്താണ് കൂടുതലായിരിക്കുമെന്ന് പറയുന്നു. Information sent over internet may pass through many computer system before it reaches to the recipient. അപ്പോൾ എന്താണ്, നമ്മളൊരു ഇൻഫർമേഷൻ ഒരു വ്യക്തിക്ക് അയച്ചിരിക്കുന്ന റിസീവ് ചെയ്യുന്ന വ്യക്തിക്ക് എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം, പല കമ്പ്യൂട്ടർ സിസ്റ്റത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡാറ്റ പാസ് ചെയ്യുന്നു എന്ന് പറയുന്നു. സം പീപ്പിൾ ഓർ വെബ്സൈറ്റ്സ് കളക്ട് ആൻഡ് സ്റ്റോർ ദിസ് ഇൻഫോർമേഷൻ വിത്തൗട്ട് ദി കൺസെൻറ്റ് ഓഫ് ദി യൂസർ. അപ്പോൾ എന്താണ്, യൂസറുടെ അനുവാദം കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു തേർഡ് പാർട്ടി എന്ത് ചെയ്യും, ഈ ഇൻഫോർമേഷൻ ആക്സസ് ചെയ്യാനുള്ള ചാൻസൊക്കെ കൂടുതലാണെന്ന് പറയുന്നുണ്ട്. സോഷ്യൽ സോഫ്റ്റ്വെയർ ലൈക്ക് കുക്കീസ് ഈസ് യൂസ്ഡ് ടു ട്രേസ് ദ ഡീറ്റെയിൽസ് ഓഫ് ദി വിസിറ്റേഴ്സ്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റിലൊക്കെ കയറുകയാണെങ്കിൽ എന്തുണ്ടായിരിക്കാം, കുക്കീസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മളെ പേഴ്സണൽ ആയിട്ടുള്ള ഡാറ്റയും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി അവർ യൂസ് ചെയ്യുന്നത്. In order to protect the right of privacy, almost all countries of the world has enacted law, but
അൺഇംപ്ലിമെൻറ്റഡ് പ്രാക്ടിക്കലി. എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഇപ്പോൾ ഇന്ത്യ ആണെങ്കിൽ പോലും IT ആക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് എല്ലാ രാജ്യങ്ങൾക്കും എന്തുണ്ടായിരിക്കും, ഒരുപാട് നിയമങ്ങളുണ്ടാവും. നമ്മൾ ഈ ഇൻ്റർനെറ്റ് രീതിയിൽ പോകുന്ന ഡാറ്റയ്ക്ക് സംരക്ഷണം കാര്യങ്ങളൊക്കെ നൽകാൻ വേണ്ടി. പക്ഷെ ഒരു പരിധി വരെ ഈ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, അത് കവർ ചെയ്തുകൊണ്ട് ഇത് മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ കറക്റ്റായിട്ട് ഇംപ്ലിക്കേഷൻ ഇപ്പോഴും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. Then IPR, intellectual property right, piracy and copyright issues. Right given to people for the reproduction of something which are the creation of their mind or intellect is called intellectual property rights. അപ്പം എന്ത് ചെയ്യുക, ഒരു വ്യക്തി സ്വന്തമായി നിർമ്മിക്കാനോ അതിൻ്റെ റീപ്രൊഡക്ഷനുള്ള അവകാശം, അല്ലെങ്കിൽ എന്താണ് നമുക്ക് അത് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് അത് നമ്മുടെ സ്വന്തം എന്ന രീതിയിൽ ഒരു അവകാശം കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയാം. ഉദാഹരണം പറയുകയാണെങ്കിൽ പാറ്റൻറ്റ്, കോപ്പി റൈറ്റ് ഒക്കെ പറയാം. അതായത് നമ്മളിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത സാധനം അതിൻ്റെ അവകാശം നമ്മൾക്ക് തന്നെ ആയിരിക്കും. അതെന്ത് ചെയ്യാൻ പറ്റില്ല, വേറൊരു വ്യക്തിക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അവകാശം കാര്യങ്ങളും ഉണ്ടായിരിക്കില്ല. അതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജി റൈസ് ഗ്രേറ്റ് ചലഞ്ച് ടു എക്സിസ്റ്റിംഗ് IPRs. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ചലഞ്ചസും കാര്യങ്ങളൊക്കെ എന്തിനുണ്ട്, ഈ IPRനുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ഈസി ടു കോപ്പി, ഓൾട്ടർ ആൻഡ് സ്പ്രെഡ് ബുക്സ് ആൻഡ് മെറ്റീരിയൽ ഓവർ ഇൻ്റർനെറ്റ്. കോപ്പിയിങ് ദി വർക്ക് ഓഫ് അതേഴ്സ് യൂസിങ് ഇറ്റ് ആസ് ഓൺ വർക്ക് ഈ കാൾഡ് പ്ലാഗരിസം. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇപ്പോൾ ഒരു സൈറ്റ് അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെയൊക്കെ കൊടുക്കുന്ന ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അത് മറ്റുള്ള വ്യക്തികൾ കോപ്പി ചെയ്ത് അവർ സ്വന്തം ഡാറ്റയാക്കി മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് നമുക്ക് പ്ലാഗരിസം എന്ന് പറയാം. ദെൻ മെനി പീപ്പിൾ അപ്ലോഡ് കോപ്പി റൈറ്റഡ് മ്യൂസിക് വീഡിയോസ് ആൻഡ് സിനിമാസ്. ചിലവർ എന്ത് ചെയ്യുന്നുണ്ട്, അത് അപ്ലോഡ് ചെയ്യുമ്പോൾ കോപ്പിറൈറ്റും കാര്യങ്ങളുള്ളതായിരിക്കും ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആക്സസ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, അത് നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാര്യങ്ങളൊക്കെ സൃഷ്ടിക്കും. കാരണം നിയമപരമായിട്ട് അത് തെറ്റാണ്. Then software piracy is the another issue related to the violation of IPR. Software piracy refers to the unauthorized duplication of computer software. അപ്പോൾ IPR അടുത്ത് വരുന്നതാണ് എന്ത്, സോഫ്റ്റ്വെയർ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കും, അതിൻ്റെ ഒറിജിനൽ വേർഷൻ ഉണ്ടായിരിക്കും, അതിൻ്റെ ക്രാക്ക് ചെയ്ത് കൊണ്ടുള്ള ഒരു വേർഷനായിട്ട് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ ആ സോഫ്റ്റ്വെയർ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ എന്ത് പറയുക, നമ്മളെ ഈ OS അതായത് വിൻഡോസ് സാധനമൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി അത് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കണം. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു പൈറേറ്റഡ് വേർഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആരും എന്ത് ചെയ്യല്ല, അതിന് സെപ്പറേറ്റ് പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന കേസൊന്നും ഇപ്പോൾ ആരും ചെയ്യാറില്ല. ചുരുക്കം ആളുകൾ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, അതിൻ്റെ ഒറിജിനൽ വേർഷൻ യൂസ് ചെയ്യുന്നുള്ളൂ എന്നാണ് പറയുന്നത്. Software piracy is the widespread from individual computers users, professionals and government institutions. എന്തിനു പറയുന്നത്, നമ്മളെ ഇൻഡിവിജ്വലിൽ നിന്ന് നമ്മളെ ഗവൺമെൻറ് ഓർഗനൈസേഷൻ മുതൽ അല്ലെങ്കിൽ ബിസിനസ് പ്രൊഫഷണൽസ് വരെ എന്ത് ചെയ്യണം, ഈ പൈറേറ്റഡ് വേർഷനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നു. It is estimated that more than 35% of software installed in the world is unlicensed and or cracked. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിവിടെ ഈ വേൾഡിൽ യൂസ് ചെയ്യുന്നതിൻ്റെ 35% സോഫ്റ്റ്വെയർസ് എന്തായിരിക്കാം, ക്രാക്ക്ഡ് വേർഷൻ ആണെന്നാണ് പറയുന്നത്. The present laws are not adequate to restrict the piracy, plagiarism and other copyright issues. അപ്പോൾ നമ്മളിപ്പോൾ കറണ്ട് ലോസ് എന്ത് ചെയ്യുന്നില്ല, നോട്ട് ആഡിക്വേറ്റ്. എന്താണ് ആഡിക്വേറ്റ് അല്ല എന്ന് പറയുന്നുണ്ട്. എന്ത് റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ പ്രൈവസി അല്ലെങ്കിൽ പോലെ തന്നെ എന്താണ് ഒരു പ്ലാഗരിസം, കോപ്പിറൈറ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ക്ലിയറായി കൊണ്ട് നടക്കാനുള്ള ഒരു ലെവലിൽ എത്തിയിട്ടില്ല, നമ്മളെ പ്രസൻറ്റ് ലോസ് എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. Then system quality. Many organizations and government agencies are not making use of many software for various purposes. അപ്പം എന്താ, നമ്മൾ ഡിഫറെൻറ്റ് നമ്മളെ ഓർഗനൈസേഷൻ ഗവൺമെൻറ്റിൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ നോൺ ഗവൺമെൻറ് ആയിരിക്കാം, എന്ത് ചെയ്യുന്നുണ്ട്, മെനി സോഫ്റ്റ്വെയർസ് എന്താ ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നു. System failure, corruption of software, loss of data, connectivity issues etc. creates problem in service sector including the government services. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഗവൺമെൻറ് സർവീസ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ എന്തൊക്കെയാണോ ഇൻ്റർനെറ്റിലൂടെ ചെയ്യുന്ന കാര്യങ്ങൾ ഇതിലൊക്കെ തടസ്സം വരുത്താൻ സഹായിക്കും, എന്തൊക്കെ കാരണമാകുന്നുണ്ട്, ഈ സിസ്റ്റം ഫെയിലിയർ അല്ലെങ്കിൽ കറക്ഷൻ ഓഫ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ലോസ് ഓഫ് ഡാറ്റ, കണക്ടിവിറ്റി ഇഷ്യൂസ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു.
Uninterrupted power supply, paperless alternatives, proper backup and security elements should be implemented to overcome the issue. അപ്പം എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള ഇഷ്യൂസൊക്കെ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ പേപ്പർ ഓൾട്ടർനേറ്റീവ്സ്, അതായത് വെറും ഒരു സിസ്റ്റം അല്ലാതെ എന്ത് ചെയ്യുക, പേപ്പറും വർക്കിലും കൂടിയും ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ പവർ കട്ടാകാത്ത രീതി നമ്മൾ നോക്കണം. അങ്ങനെ പ്രോപ്പറായിട്ടുള്ള ബാക്കപ്പ് ഫെസിലിറ്റി, സെക്യൂരിറ്റി എലമെൻറ്റ്സ് ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നു. Then automation and employment. Introduction of computers in many businesses and social implication reduces some types of job opportunities. എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഈ കമ്പ്യൂട്ടേഴ്സ് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നഷ്ടമായിട്ടുണ്ട് എന്ന് പറയുന്നു. Many routine and monotonous jobs formerly done by clerks ആർ നൗ റീപ്ലേസ്ഡ് ബൈ കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ എന്താ, ക്ലർക്കുകൾ ചെയ്യുന്ന മൊണോട്ടണസ് ആയിട്ടുള്ള അല്ലെങ്കിൽ റുട്ടീനായിട്ട് ഇത് ആവർത്തനം വരുന്ന ജോലികളൊക്കെ ആര് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടേഴ്സാണ് ചെയ്യുന്നതെന്ന് പറയുന്നു. ഹൗവർ ഇഫ് എ കമ്പ്യൂട്ടർ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ എ പെർട്ടിക്കുലർ ഏരിയ, നമ്പർ ഓഫ് ന്യൂ ജോബ് ഓപ്പർച്യൂണിറ്റീസ് റിക്വയറിംഗ് ന്യൂ സ്കിൽസ് ആൻഡ് എഡ്യൂക്കേഷൻ ഈസ് ക്രിയേറ്റഡ്. ഇങ്ങനെ ഒരുപാട് നമ്മളെ ജോലി നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പോലും എന്താണ്, ജോബ് കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. എന്താ, സ്പെഷ്യലൈസ്ഡ് സ്കിൽ ആവശ്യമായിട്ടുള്ള ജോബ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ IT കാരണം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നും കൂടി പറയുന്നുണ്ട്. കമ്പ്യൂട്ടറൈസേഷൻ റെഡ്യൂസസ് ദി എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് അൺസ്കിൽഡ് ജോബ്സ് ഓൺലി. എന്താണ്, അൺസ്കിൽഡ് ജോബ്സിൻ്റെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കമ്പ്യൂട്ടേഴ്സ് റെഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്നും പറയുന്നുണ്ട്. The computer and communication industry itself has created many job opportunities in hardware and software. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ മേഖലയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നും കൂടി പറയുന്നു. Then conflicts between digital natives and digital immigrants. Digital natives are the new generation of young people born into the digital age. അപ്പോൾ എന്താണ്, ഡിജിറ്റൽ ഏജിലേക്ക് ജനിച്ചിട്ടുള്ള ന്യൂ ജനറേഷൻ ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിജിറ്റൽ നാറ്റീവ്സ് എന്നുകൊണ്ട് പറയുന്നത്. ഡിജിറ്റൽ നാറ്റീവ്സ് ആർ ടെക് സേവി പീപ്പിൾ ഇൻട്രാക്ടിങ് വിത്ത് ടെക്നോളജി ഫ്രം ചൈൽഡ്ഹുഡ്. എന്താണ്, ടെക് സേവി എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്നോളജിയെ കുറിച്ച് എല്ലാ അറിവുള്ള വ്യക്തികൾ എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, അവർ ചെറുപ്പകാലം മുതലേ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് വരുന്ന ആളുകളായിരിക്കും. Digital immigrants are those who learn to use computers at some stage of during their adult life. ഡിജിറ്റൽ ഇമിഗ്രൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ലൈഫിൻ്റെ ഏതെങ്കിലും അഡൾട്ടിലെ ഏതെങ്കിലും ഒരു സ്റ്റേജിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അവർ കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ചും അല്ലെങ്കിൽ ടെക്നോളജിയെക്കുറിച്ചും പഠിച്ചു വരുന്നത്. മെജോറിറ്റി ഓഫ് ദി ഡിജിറ്റൽ ഇമിഗ്രൻസ് സ്ട്രഗിൾ ടു അഡാപ്റ്റ് ടെക്നോളജി. കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡിജിറ്റൽ ഇമിഗ്രൻസ് ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്, കാരണം ഇതെല്ലാം പഠിച്ചെടുക്കുന്നത്. കാരണം അവർ ജനിച്ചപ്പോൾ തന്നെ ഈ സാധനങ്ങളൊന്നുമില്ല, പിന്നെ വന്നതാണ്. അപ്പോൾ റീസെൻ്റായി വന്നത് കൊണ്ട് എന്ത് ചെയ്യുക, അത് പഠിച്ചെടുക്കാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് പറയുന്നു. ദി ഗ്യാപ്പ് ബിറ്റ്വീൻ ഡിജിറ്റൽ നാറ്റീവ്സ് ആൻഡ് ഡിജിറ്റൽ ഇമിഗ്രൻസ് ക്രിയേറ്റ് കോൺഫ്ലിക്റ്റ് ഇൻ ഫാമിലി, എഡ്യൂക്കേഷൻ, വർക്ക് പ്ലേസ് എക്സെട്ര. കൂടാതെ എന്തുണ്ട്, ഈ ഡിജിറ്റൽ നാറ്റീവ്സും ഡിജിറ്റൽ ഇമിഗ്രൻസും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഫാമിലി ലൈഫിലായിരിക്കും, എഡ്യൂക്കേഷനിലും അല്ലെങ്കിൽ വർക്ക് പ്ലേസിലൊക്കെ എന്താ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കാരണം അത് അറിയുന്നവരും അറിയാത്തവരും തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. ദെൻ ഡിജിറ്റൽ ഡിവൈഡ്. Digital divide is the gap between people who have access to the digital technology and those who have no or little access. അപ്പം എന്ത് ചെയ്യുന്ന, ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് ബിറ്റ്വീൻ പീപ്പിൾ, അതായത് ഒരു ഗ്യാപ്പാണ് ആരൊക്കെ തമ്മിലുള്ള ഡിജിറ്റൽ അല്ലെങ്കിൽ എന്താണ് ടെക്നോളജി ആക്സസ് ചെയ്യുന്നതും അത് ടെക്നോളജി ആക്സസ് ചെയ്യാത്തവരും അല്ലെങ്കിൽ കുറച്ച് ആക്സസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിജിറ്റൽ ഡിവൈഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ ഡിജിറ്റൽ ലിറ്ററേറ്റ്സ് ആൻഡ് ഇല്ലിറ്ററേറ്റ്സ്. അപ്പോൾ എന്താണ്, ഇപ്പോൾ ഡിജിറ്റലിനെ കുറിച്ച് അറിയുന്നവരും അറിയാത്തവരും തമ്മിലുള്ള ഒരു ഗ്യാപ്പിനെ നമുക്ക് എന്ത് പറയാം, ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയാം. ഡിജിറ്റൽ ഡിവൈഡ് മെനി ഹാവ് ഇംപ്ലിക്കേഷൻ ഇൻ വാരിയസ് സെക്ടേഴ്സ് ആൻഡ് സർവീസസ് ഓഫ് ദി എക്കണോമി. നമ്മുടെ എക്കണോമിയിലെ ഡിഫറെൻറ്റ് മേഖലകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡിജിറ്റൽ ഡിവൈഡ് ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. Digital divide keeps people in certain social groups based on their computer knowledge.
ഈ ഒരു ഡിജിറ്റൽ ഡിവൈഡ് എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളെ ഒരു സെർട്ടൈൻ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പുകൾ, സോഷ്യൽ ഗ്രൂപ്പുകളാക്കിയിട്ട് തിരിക്കുന്നുണ്ട്. എങ്ങനെ അവരുടെ കമ്പ്യൂട്ടർ നോളജിൻ്റെ ബേസിൽ അവരെ വേർതിരിച്ചെടുക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ഇതിൽ വരുന്നത്. Health problems. Extensive and excessive use of computers and internet will create many health problems, both physical and mental. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരുപാട് കമ്പ്യൂട്ടറും അല്ലെങ്കിൽ ടെക്നോളജിയും കാര്യം യൂസ് ചെയ്യുന്നവരടുത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഫിസിക്കലി ആയിട്ടും മെൻ്റലായിട്ടും എന്ന് പറയുന്നു. എക്സാമ്പിൾ നോക്കാം. ഫിസിക്കലായിട്ട് സ്ട്രെസ് ഓൺ ഐസ്, ഫിംഗർ പെയിൻ, ബാക്ക് പെയിൻ, ഹെഡ് ഏക്സ് എക്സെട്ര. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ണിനുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കയ്യിന് വിരലിനുള്ള പ്രശ്നങ്ങൾ, ബാക്ക് പെയിൻ, ഹെഡ് ഏക്ക്, തലവേദന, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഫിസിക്കലായിട്ട് വരുന്നുണ്ട്. ദെൻ മെൻ്റൽ ഇംപേഷ്യൻസ്, ഫാറ്റിഗ്, ഡിപ്രഷൻ, ലോ ഫാമിലി റിലേഷൻഷിപ്പ് എക്സെട്ര. അപ്പോൾ മെൻ്റലി എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ ഓരോ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. കൂടുതലായിട്ട് കമ്പ്യൂട്ടേഴ്സും ടെക്നോളജീസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. Are the social implication of e-governance. E-governance is the application of information technology in delivering government services to the society. അപ്പോൾ ഗവൺമെൻറ് സർവീസ് സൊസൈറ്റിയിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ അപ്ലിക്കേഷനാണെന്ന് പറയുന്നത് ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ഗവൺമെൻറ് സർവീസസ് ആർ നൗ പ്രൊവൈഡഡ് ത്രൂ ഇലക്ട്രോണിക് മീഡിയ സച്ച് ആസ് ഇൻ്റർനെറ്റ്. അപ്പോൾ ഗവൺമെൻറ് ഒരുപാട്, ഇപ്പോൾ അക്ഷയയിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ അക്ഷയ വഴി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എന്തിൻ്റെ ഭാഗമാണ്, ഇ ഗവേണൻസിൻ്റെ ഭാഗമാണെന്ന് പറയുന്നു. ഡിജിറ്റൽ ഇല്ലിറ്ററസി, ഡിജിറ്റൽ ഡിവൈഡ്, ലോ കണക്ടിവിറ്റി, പുവർ IT ഇൻഫ്രാസ്ട്രക്ചർ, ഹൈ കോസ്റ്റ് ഓഫ് IT ക്രിയേറ്റ്സ് പ്രോബ്ലംസ് ടു ദി സൊസൈറ്റി ഇൻ ആക്സസിങ് ഈ സർവീസ് ഓഫ് ഗവൺമെൻറ്. അപ്പോൾ നമ്മൾ ഈ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ടെക്നോളജിയെ കുറിച്ചുള്ള അറിവില്ലായ്മ, ഡിജിറ്റൽ ഡിവൈഡ്, ലോ കണക്ടിവിറ്റി, പുവർ IT ഇൻഫ്രാസ്ട്രക്ചർ, ഹൈ കോസ്റ്റ് ഓഫ് IT, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ, ഇ ഗവർണൻസ് ആക്സസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. എല്ലാ സ്ഥലത്തും ഒന്നുണ്ടായിരിക്കണം, എല്ലാവർക്കും ചിലപ്പോൾ ഇത് അറിഞ്ഞോണമെന്നില്ല. കൂടാതെ എല്ലാവർക്കും എല്ലാ സ്ഥലത്തും ഫെസിലിറ്റി അവൈലബിൾ ആയിക്കോണമെന്നില്ല. അപ്പം അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ. ദെൻ അതർ സൈബർ സ്പേസ് ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സൈബർ അഡിഷൻ. ഇറ്റ് ഈസ് ദി എക്സസീവ് യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇൻ്റർനെറ്റ്. സൈബർ അഡിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അഡിക്റ്റ് ആകുക, അതായത് കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ കൂടുതലായി ഉപയോഗിക്കുന്നൊരു പ്രശ്നം. ദെൻ സൈബർ ക്രൈം. ഇറ്റ് ഈസ് ദി ക്രൈം ദാറ്റ് എയ്തർ ടാർഗറ്റ് എ കമ്പ്യൂട്ടർ ഓർ കമ്മിറ്റഡ് ത്രൂ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ നെറ്റ്വർക്കിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഡിഫറെൻറ്റ് ക്രൈംസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാം. സൈബർ അബ്യൂസ്. ഇറ്റ് ഈസ് ദി യൂസ് ഓഫ് ടെക്നോളജി ടു ഹേർട്ട് സം സോഷ്യലി ഓർ സൈക്കോളജിക്കലി. ഒരു വ്യക്തിയെ എന്ത് ചെയ്യുക, നമ്മൾ അബ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ മാനസികമായി തളർത്തുന്നൊരു കേസ്, ഇങ്ങനെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട്. ദെൻ സൈബർ വേസ്റ്റ്. ഇറ്റ് ഈസ് ദി വേസ്റ്റ് ക്രിയേറ്റഡ് ബൈ ഡിസ്കാർഡഡ് ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക്കൽ ഡിവൈസസ്. ഇപ്പം നമ്മൾ ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള ഇലക്ട്രോണിക് ഡിവൈസും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സും സാധനങ്ങളൊക്കെ വരുന്ന വേസ്റ്റേജ്. കാരണം എന്താ, ഓരോ ദിവസം കൂടി ടെക്നോളജി മാറിക്കൊണ്ട് കമ്പ്യൂട്ടേഴ്സ് വന്ന പോലെയല്ല. ആദ്യം വലിയ കമ്പ്യൂട്ടേഴ്സ്, പിന്നെ ചെറുത് ഇപ്പോൾ കയ്യിൽ ഒതുങ്ങാവുന്ന കമ്പ്യൂട്ടേഴ്സാണ്. അപ്പോൾ ഈ ഓൾഡൊക്കെ നമ്മളെന്തെങ്ങനെ അവോയ്ഡ് ചെയ്യുമ്പോൾ ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. Then green computing. It is the environmentally responsible and eco-friendly use of computers, internet and other technologies. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എൻവയോൺമെൻ്റലി റെസ്പോൺസിബിൾ ആയിട്ട് അല്ലെങ്കിൽ എന്താ നമ്മളെ പരിസ്ഥിതിക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എക്കോ ഫ്രണ്ട്ലി യൂസിനെ നമ്മൾ എന്ത് പറയുന്നത് ഈ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ നമ്മളെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.